സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച ഒരാൾ കൂടി മരിച്ചു. മലപ്പുറം ചേലമ്പ്ര സ്വദേശിയായ ഷാജിയാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചേരുന്നുണ്ട്. അഭിന, സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച ഒരാൾ കൂടി മരിച്ച സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കൂടുതൽ വിവരങ്ങൾ. ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം തന്നെ നമ്മൾ കേട്ടത്. ഇന്ന് വീണ്ടും സമാനമായ രീതിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരു മരണം കൂടി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. മലപ്പുറം ചേലമ്പ്ര സ്വദേശിയായിട്ടുള്ള ഷാജി, 47 വയസ്സാണ്. ഷാജിയാണ് ഇന്ന് മരിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇയാളുടെ നില അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിഞ്ഞ ഒരു മാസമായി ചികിത്സയിൽ തുടരുകയായിരുന്നു. കണ്ണൂരിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇദ്ദേഹം. കണ്ണൂരിൽ വെൽഡിംഗ് ജോലിയായിരുന്നു. ഈ ഭാഗത്ത്, അതായത് കണ്ണൂരിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരുപക്ഷെ കുളത്തിൽ മുങ്ങി കുളിച്ചതിന് ശേഷം ഉണ്ടായതാണോ എന്നുള്ളതിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ എവിടെ നിന്നാണ് ഈ അസുഖം ബാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ ആരോഗ്യ വകുപ്പ് വലിയൊരു പ്രതിസന്ധിയിലായിരിക്കുകയാണ്. എങ്കിൽ പോലും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രോഗം ബാധിച്ച ആളുകൾ ആരൊക്കെയായി സമ്പർക്കം പുലർത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതൊക്കെ വഴികളിലൂടെയാണ് ഇവർ സഞ്ചരിച്ചിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ അന്വേഷണം നടത്തി വരികയാണ്. ഉടൻ തന്നെ ഇത് സംബന്ധിച്ച്, അതായത് ഈ ഒരു ഉറവിടം സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകാൻ സാധിക്കും എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പ് നൽകുന്ന ഒരു വിശദീകരണം. പക്ഷേ ഈ ഒരു മാസത്തിനിടെ, കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് തന്നെ 6 പേര്, ഈ ഷാജിയും ഇന്ന് ഷാജിയും കൂടെ മരിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി 6 പേരാണ് മരിച്ചിരിക്കുന്നത്. ഇതോടുകൂടി ആരോഗ്യ വകുപ്പ് കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ നിലവിൽ ഈ ഒരു അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 10 ആയിരിക്കുകയാണ്. ഇതിൽ 9 പേര് നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇതിൽ മറ്റൊരാൾ രാമനാട്ടുകര സ്വദേശിയാണ്. ഈ രാമനാട്ടുകര സ്വദേശി മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു 10 വയസ്സുള്ള ഒരു കുട്ടിക്കും സമാനമായ രീതിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച ചികിത്സയിൽ കഴിയുകയാണ്. ഈ കുട്ടിയുടെ നില അതീവ ഗുരുതരാവസ്ഥയിലാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ആശ്വാസകരം എന്ന് പറയുന്നത്, മറ്റു 2 കുട്ടികൾ കഴിഞ്ഞ ദിവസം തന്നെ രോഗമുക്തി നേടി ആശുപത്രി വിട്ടിരുന്നു. എങ്കിൽ പോലും ഇത്തരത്തിൽ വീണ്ടും ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചുള്ള മരണവും അതോടൊപ്പം തന്നെ ഈ രോഗബാധ വർദ്ധിക്കുന്നതും ഏറെ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കൃത്യമായി ഈ രോഗത്തിന്റെ ഉറവിടം എവിടെ നിന്നാണ് ഈ രോഗം ബാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു വ്യക്തത ഇതുവരെയായിട്ടും വന്നിട്ടില്ല എന്നുള്ളതാണ്. വളരെ വേഗത്തിലാണ് ഈ ഒരു രോഗം തലച്ചോറിനെ ബാധിക്കുന്നതും മരണം സംഭവിക്കുന്നതും എല്ലാം തന്നെ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഷാജിയെ സംബന്ധിച്ചിടത്തോളം രോഗം മൂർച്ഛിച്ച ഒരു അവസ്ഥ തന്നെയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഒരുപക്ഷെ മറ്റാളുകൾക്ക് ഈ ഷാജിയുമായി സംബന്ധിച്ച്, അതായത് കണ്ണൂരിൽ നിന്നാണോ ഈ രോഗം ബാധിച്ചത് എന്നുള്ളതിലൊരു വ്യക്തത വരേണ്ടതുണ്ട്. നിലവിൽ ഷാജി ജോലി ചെയ്ത സ്ഥലങ്ങളിലും അതോടൊപ്പം തന്നെ ഷാജി താമസിച്ചു വരുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ ഭാഗങ്ങളിലെ വെള്ളമെല്ലാം നിലവിൽ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഈ പരിശോധന ഫലം വന്നതിന് ശേഷം മാത്രമേ ഇതിലൊരു കൃത്യത വരികയുള്ളൂ എന്നുള്ളതാണ്. നിലവിൽ മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ 3 ജില്ലകളിൽ നിന്നുള്ള ആളുകൾക്കാണ് നിലവിൽ ഇത്തരത്തിലൊരു രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏതായാലും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ക്ലോറിനേഷൻ അടക്കമുള്ള എല്ലാ പ്രവർത്തികളും നടന്നു വരുമ്പോഴും ഇത്തരത്തിൽ രോഗം ബാധിക്കുന്നതും മരണം സംഭവിക്കുന്നതെല്ലാം തന്നെ വലിയൊരു ആശങ്കയ്ക്കും അതുപോലെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ വരുന്നത്. ഏതായാലും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്നും വലിയ രീതിയിലുള്ള നീക്കങ്ങൾ സംഭവിച്ചിട്ട് പോലും ഇത്തരത്തിൽ മരണം സംഭവിക്കുന്നത് അത് വലിയൊരു ആശങ്കയ്ക്കും അതുപോലെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഏതായാലും കഴിഞ്ഞ ദിവസം 2 പേർ രോഗമുക്തി നേടി ആശുപത്രി വിട്ടെങ്കിൽ പോലും വീണ്ടും ഈ രോഗം ബാധിക്കുന്നതും അതോടൊപ്പം തന്നെ മരണം സംഭവിക്കുന്നതും വലിയൊരു ആശങ്കയ്ക്ക് തന്നെ ഇടയാക്കുന്നുണ്ട്. കാത്തു. ശരി, സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച ഒരാൾ കൂടി മരിച്ച സാഹചര്യമാണ് ഉള്ളത്. മലപ്പുറം ചേലമ്പ്ര സ്വദേശിയായ ഷാജിയാണ് മരിച്ചത്. ആരോഗ്യ വിഭാഗത്തെ കൂടുതൽ ആശങ്കയിലാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് പുറത്തു വന്നത്. അഭിന പി ചിറക്കലാണ് വിവരങ്ങൾ നൽകിയത്.